So once again, greetings all. So in this session we are going to solve some problems from the lesson residential status. So നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. ദെൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഫുൾ കോൺസെപ്റ്റ്സ് കവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹാവിങ് 57 മിനിറ്റ്സ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ദാറ്റ് വീഡിയോ. സോ ഈ ലെസണിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി കംപ്ലീറ്റ് പ്രോബ്ലംസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയലിലെ എല്ലാ പ്രോബ്ലംസുമാണ് നമ്മളിവിടെ ഈ സെഷനിൽ കവറപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് എ പ്രോബ്ലം ഓറിയൻറ്റഡ് സെഷൻ. ഓൾ ദീസ് പ്രോബ്ലംസ് ആർ ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറും സെയിം എക്സാക്ട്ലി ദാറ്റ് ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ നമ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. സോ ഡു വാച്ച് ഇറ്റ്. അപ്പോൾ പ്രോബ്ലമാണ്, പല പോയിൻറ്റ്സും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒറ്റ ടേക്കിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇൻ കേസ് ഇഫ് യു ഹാവ് എനി പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. സ്റ്റിൽ പ്രോബ്ലം അൺറിസോൾവ്ഡ് ആണെങ്കിൽ പ്ലീസ് ഡു ഫീൽ ഫ്രീ ടു ടെക്സ്റ്റ് മീ. ഐ വിൽ ഡെഫിനറ്റ്ലി സോൾവ് യു. നിങ്ങൾ ഒരുപാട് പേര് നല്ല കമൻസും അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഫീഡ്ബാക്കും അതുപോലെ ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിച്ചായിരുന്നു. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ഓവർ യുവർ പോസിറ്റീവ് കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്സ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ എല്ലാ ഏരിയാസും നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്, ഫുൾ കോൺസെപ്റ്റ്. നമ്മൾ ഇനി ഇതിൽ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. സോ ഇല്ലുസ്ട്രേഷൻ 1. മിസ്റ്റർ ആനന്ദ് ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് എ മെമ്പർ ഓഫ് crew of a Singapore bound Indian ship engaged in carriage of passengers in international traffic departing from Chennai port on 6th June 2019. സോ ഷിപ്പ് ഡിപ്പാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 6th June 2019 ആണ്. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഫോർ ദ പ്രീവിയസ് ഇയർ 1920 ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ ആനന്ദ് ഫോർ അസസ്മെൻറ്റ് ഇയർ 2020-21. അസ്യൂമിങ് ദാറ്റ് ഹി സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ ദ പാസ്റ്റ് 4 years preceding previous year 1920 is 400 days and last 7 previous year preceding previous year 1920 is 750 days. പിന്നെ പെർട്ടിക്കുലേഴ്സ് വന്നിട്ടുണ്ട്. ഡേറ്റ് എൻറ്റേഡ് ഇൻ ദ CDC ഡേറ്റ് ഓഫ് ജോയിനിങ് ആയിട്ട് CDCയിൽ എൻ്റർ ചെയ്തത് 6th June 2019 ആണ്. ഡേറ്റ് എൻറ്റേഡ് ഇൻ ടു CDCയിൽ ഇൻ റെസ്പെക്റ്റ് ഓഫ് സൈനിങ് ഓഫ് ദ ഷിപ്പ് 9th December ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്രോബ്ലത്തെ നമ്മൾ കാണുമ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഇതിലൊരു ആനന്ദ് ഇന്ത്യൻ സിറ്റിസണാണ്. ഇന്ത്യ ലീവ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് ഇയറിൽ. അങ്ങനെയെങ്കിൽ നമുക്കറിയാം നോർമലി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ബേസിക് കണ്ടീഷൻസ് 2 കണ്ടീഷൻസ് ഉണ്ട്. 182 ഡേയ്സ് ഇന്ത്യയിലും അതുപോലെ തന്നെ 60 + 365 4 years പ്രൊസീഡിങ് പ്രീവിയസ് ഇയർ. ഈ കണ്ടീഷനിൽ ഒന്നാമത്തെ കണ്ടീഷൻ മാത്രമേ ആർക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ, നമ്മുടെ ആനന്ദിന് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. ബിക്കോസ് ആനന്ദ് ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ലീവിങ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓർ ആസ് എ മെമ്പർ ഓഫ് ഷിപ്പ്. പിന്നെ നമ്മൾ CBDT സർക്കുലർ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആരുടെ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഒരു ഇന്ത്യൻ സിറ്റിസണായിട്ട് ഫോറിൻ ഷിപ്പിൽ പോകുന്ന ഒരു ഇന്ത്യൻ സിറ്റിസൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് മുതൽ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ എഴുതിയ ഡേറ്റ് ഓഫ് ജോയിനിങ് മുതൽ കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ എഴുതിയ ഡേറ്റ് ഓഫ് ഡിസ്ചാർജ് വരെയുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ ആ പീരീഡ് ഇവിടെ 6th June 2019 ഓൺവേർഡ്സ് 6th June 2019 മുതൽ 9th December 2019 വരെ. 6th June 2019 മുതൽ 6th June 2019 ഓൺവേർഡ്സ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 9th December 2019 വരെ. 9th December 2019 വരെയുള്ള പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഈ പോയിൻ്റായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇൻ കേസ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ ഓർ എ member period commencing from the date entered in the continuous CDS in respect of joining and date entered into the CDS in respect of signing off should be excluded. ഈ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ, ഈ ഡേറ്റ് ഓഫ് ജോയിനിങ്ങും ഡേറ്റ് ഓഫ് ലീവിങ്ങും തമ്മിലുള്ള പീരീഡ് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങ് എക്സ്ക്ലൂഡ് ചെയ്യുക. ബാക്കിയുള്ള പീരീഡൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡേയ്സ് അയാൾ എവിടെ നിന്നിരിക്കണത്, ഇന്ത്യയിലാണെന്നുള്ളത്. ആ ഡേയ്സ് 182 ഡേയ്സിനേക്കാൾ കൂടുതലുണ്ടോ അയാൾ ആരാണ്, റെസിഡൻ്റ് ആണ്. പിന്നെ റെസിഡൻ്റ് ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അഡീഷണൽ കണ്ടീഷൻസ് നോക്കുക. എന്തിനു വേണ്ടിയിട്ട്, ഇയാൾ ROR ആണോ RBNO ആണോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ബേസിക് കണ്ടീഷൻ വെച്ച് ഇയാൾ റെസിഡൻ്റ് ആണോ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ നോക്കാൻ പാടുണ്ടോ,
നോ. കാരണം അത് ഫസ്റ്റ് നമ്മുടെ ബേസിക് കണ്ടീഷൻസിന് എക്സെപ്ഷൻ ആയിട്ട് പറയുന്ന ഫസ്റ്റ് കേസിന് എക്സാമ്പിളാണ് ഇത്. അതുകൊണ്ട് നമ്മൾ 182 ഡേയ്സ് ഇന്ത്യയിൽ നിന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇയാളെ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ റെസിഡൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കൺസിഡർ ചെയ്യുകയുള്ളൂ. സോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ 6th ജൂൺ ഓൺവേർഡ്സ് 9th ഡിസംബർ വരെയുള്ള ഡേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യാൻ പോവാണ്. ആ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ 182 ഡേയ്സ് ഉണ്ടെങ്കിൽ അയാൾ ആരാണ്, റെസിഡൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം നമ്മളിവിടെ ഒരു മന്ത്സിൻ്റെ ഓർഡറിൽ ജൂണിലാണ് പുള്ളി പോയത്. ജൂണിൽ പോയി എന്ന് പറയുമ്പോൾ ഹൗ മെനി ഡേയ്സ് ആർ ഇൻ ജൂണിൽ 30 ഡേയ്സ് ഉണ്ട്. ആ 30 ഡേയ്സ് മുതൽ നമ്മൾ 6th ഓൺവേർഡ്സാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 എക്സ്ക്ലൂഡ് ചെയ്യുക. അപ്പോൾ ജൂണിൽ പുള്ളി ഔട്ട് സൈഡ് നിന്ന് 25 ആണ്. ജൂലൈയിൽ 31 ഉണ്ട്. ഓഗസ്റ്റ് ആൾസോ 31. പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഓരോ മന്തിലും എത്ര ഡേയ്സ് ഉണ്ട് എന്ന് കറക്റ്റായിട്ട് അറിയണം കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ദോസ് ഓഫ് യു ആർ നോട്ട് അവെയർ ഓഫ് ദിസ്. ഒക്ടോബറിൽ 31 ഉണ്ട്, നവംബറിൽ 30 ഉണ്ട്, ഡിസംബർ 9th വരെ ഉണ്ട്. അപ്പോൾ ഇയാൾ ഔട്ട് സൈഡ് നിന്നത് എത്ര ഡേയ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇയാൾ ഇന്ത്യയിൽ നിന്നല്ല നോക്കുന്നത്, ഔട്ട് സൈഡ് നിന്നാണ് നോക്കുന്നത്. ഔട്ട് സൈഡ് നിന്ന് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ പ്ലസ് 187 ഡേയ്സ് ആണ്. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എൻ ഇയർ ലീപ്പ് ഇയർ ആയതുകൊണ്ട് 366 ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ലീപ്പ് ഇയർ ആയതുകൊണ്ട് ഫെബ്രുവരി 29 വരുന്നതുകൊണ്ട് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ ഇതിൽ 366 ആണ് ടോട്ടൽ ഡേയ്സ്. ഇതിൽ 187 ഇയാൾ എവിടെ നിന്ന്, പുറത്താണ് നിന്നത്. കാരണം നമ്മൾ ആ പീരീഡ് എക്സ്ക്ലൂഡ് ചെയ്യണം നമുക്കറിയാം. അപ്പോൾ പുറത്താണ് നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇന്ത്യയിൽ നിന്ന് എത്ര ഡേയ്സ് ഉള്ളൂ, പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എത്ര ഡേയ്സ് മാത്രമേ ഉള്ളൂ, 179 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇയാൾ 182 ഡേയ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ല. അപ്പോൾ ബേസിക് ടെസ്റ്റിൽ 2 ടെസ്റ്റുകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം ഇത് ഏതാണ്, എക്സെപ്ഷൻ കേസാണ്. എക്സെപ്ഷൻ കേസ് എന്ന് പറഞ്ഞാൽ ഐ റിമൈൻഡ് യു വൺസ് അഗെയിൻ, ഇതാണ് കേസ്. ബേസിക് കണ്ടീഷൻസ് 2 ഉണ്ട്. അതിൽ ഇന്ത്യൻ സിറ്റിസൺസ് ഹീ ലീവ്സ് ഓൺ ഇന്ത്യയാണ്. ആ കേസിൽ നമ്മൾ ഏത് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനായ 182 ഡേയ്സ് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇയാളെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ആൻസറിൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. ബട്ട് ഹൗ യു ഷുഡ് പ്രസൻറ്റ് ദിസ് ആൻസർ ഇൻ ദ എക്സാമിനേഷനിൽ ഇത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഈ കാൽക്കുലേഷനൊക്കെ നിങ്ങൾ ചെയ്യും, അതുപോലെ ഈ ഡിസിഷനിൽ നിങ്ങൾ എത്തും. പക്ഷേ ഇതിൻ്റെ പ്രോപ്പർ വർക്കിങ്സ് നിങ്ങൾ എഴുതൂല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് മിസ്സാവുന്നത്. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ഹൗ ടു പ്രസൻറ്റ് ദിസ് ആൻസർ ഇൻ ദ എക്സാമിനേഷൻ. ഈ വർക്കിങ്സും കാര്യങ്ങളൊക്കെ വേണം. അതുപോലെ തന്നെ ഫൈനൽ ഡിസിഷൻ നോൺ റെസിഡൻറ്റ് വേണം. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ബേസിക് കണ്ടീഷൻസ്, 2 കണ്ടീഷൻസ്, ദ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ മസ്റ്റ് ബി 182 ഡേയ്സ്, ഓർ രണ്ടാമത്തെ കണ്ടീഷൻ 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ പ്ലസ് 365 ഡേയ്സ് ഡ്യൂറിംഗ് ദ 4 years പ്രസീഡിംഗ് പ്രീവിയസ് ഇയർ. ഈ 2 കാര്യങ്ങൾ അവിടെ എഴുതണം. പിന്നെ രണ്ടാമത്തെ കേസ് ആയതുകൊണ്ട് പിന്നെ നമ്മൾ ദർ ആർ സം എക്സെപ്ഷൻസ് ടു ബേസിക് റൂൾ. ഏതൊക്കെ, ഇന്ത്യൻ സിറ്റിസൺസ് ലീവിംഗ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എൻഗേജ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. ഈ 2 കേസിലും നമ്മൾ 182 ഡേയ്സ് കണ്ടീഷൻ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കാൻ പറ്റത്തില്ല, രണ്ടാമത്തെ ടെസ്റ്റ് നോക്കാൻ പറ്റത്തില്ല എന്നുള്ളതും പറയണം. പിന്നെ അതിൽ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ സിറ്റുവേഷനിൽ നമ്മുടെ അസസീസ് എന്ന് പറഞ്ഞാൽ ഈ എക്സെപ്ഷൻ കേസിലെ ഫസ്റ്റ് കേസിൽ വരുന്ന ആളാണ്. അതുകൊണ്ട് 182 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇയാൾ ആരാവുള്ളൂ, റെസിഡൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഇയാൾ 182 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ബിക്കോസ് ദ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഈസ് 179 വിച്ച് ഈസ് ലെസ് ദാൻ ദ 182 ഡേയ്സ്. സോ ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ് ദ ബേസിക് കണ്ടീഷൻസ്. That's why he is called as a resident during the previous year for the previous year 2019-20. ഇങ്ങനെ വരണം ആൻസർ. കാൽക്കുലേഷൻ വരണം, ബേസിക് കണ്ടീഷൻ വരണം, എക്സെപ്ഷൻസ് ടു ബേസിക് കണ്ടീഷൻ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളൂ ഇതിൻ്റെ ഫുൾ ആൻസർ അല്ലെങ്കിൽ ഫുൾ മാർക്സ് കിട്ടുള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ആൻസർ പ്രസൻറ്റേഷനിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോബ്ലമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ പ്രോബ്ലം മാത്രം ഉണ്ടായാൽ പോരാ. പ്രോബ്ലം ക്യാരീസ് ഓൺലി 50% അല്ലെങ്കിൽ ബിലോ 50% മാർക്സ് മാത്രമേ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുള്ളൂ. മറിച്ച് ബാക്കി നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ടിങ് ആൻസേഴ്സിന് അല്ലെങ്കിൽ ആ എന്താ പറയുക പ്രൊവിഷൻ അവിടെ ഡിക്റ്റേറ്റ് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് എന്ത് മാർക്ക്. So hope you are clear with the first question. We are moving on to second question. Very simple question in the first question. So moving on to second question. Illustration 2. Brett Lee, an Australian cricket player, visits India for 100 days in every financial year. This has been his practice for the last 10 financial years. Find out his residential status for the assessment year 2021. അടിപൊളി ക്വസ്റ്റ്യൻ. ബ്രിറ്റ്ലി എല്ലാ ഇയറും കഴിഞ്ഞ 10 വർഷമായിട്ട് ബ്രിറ്റ്ലി എല്ലാ ഇയറിലും 100 ദിവസം ഇന്ത്യയിലോട്ട് വരും.
അപ്പോൾ നമുക്കറിയാം ഒരാളുടെ ബ്രിട്ടനിൽ പറഞ്ഞ ഇൻഡിവിജ്വൽ ആണല്ലോ, ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി 2 കണ്ടീഷൻ അല്ലത് 182 ഡേയ്സ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലേ? ഇല്ല. കാരണം നമ്മളെ പ്രീവിയസ് ഇയറിലും ഇയാൾ എത്ര ദിവസമേ വന്നിട്ടുള്ളൂ? എല്ലാ ഇയറിലും 100 ഡേ. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിലും ഇയാൾ എത്ര ഡേയ്സേ വന്നിട്ടുണ്ടാവുള്ളൂ? 100 ഡേയ്സ് മാത്രമേ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ബേസിക് കണ്ടീഷനിലെ കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യണില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്കറിയാം, പ്രീവിയസ് ഇയറിൽ 60 ഉണ്ടായിരിക്കണം. 60 ഉണ്ടല്ലോ, യെസ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിന് മുന്നല്ല 4 വർഷങ്ങളിൽ, മുന്നല്ല 4 വർഷം എന്ന് പറഞ്ഞാൽ 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. അതിന് മുന്നല്ല 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18, 19, 17, 18, 16, 17 ആൻഡ് 15, 16. അപ്പോൾ ഈ 4 വർഷങ്ങളിൽ ടോട്ടൽ എല്ലാ വർഷവും ഇയാൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 100 ഡേയ്സ് ആണ്. അങ്ങനെ 4 വർഷം ഇയാൾ എത്ര വന്നിട്ടുണ്ടാവും? 400 വന്നിട്ടുണ്ടാവും. നമുക്ക് എത്ര മതി ഇതിൽ? ആക്ച്വലി 365 മതി. അപ്പോൾ ഇയാൾ സെക്കൻഡ് കണ്ടീഷനായ ബേസിക് കണ്ടീഷനിലെ സെക്കൻഡ് ടെസ്റ്റ് ഇയാൾ സെക്കൻഡ് കണ്ടീഷൻ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇയാൾ ആരായി? റെസിഡൻ്റ് ആയി. പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ക്ലാരിഫൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ട്ലി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ ഇന്ത്യൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനൊക്കെ ആണോ? ഒരിക്കലല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സെപ്ഷൻ കേസിൽ 182 ഡേയ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് ആവുന്ന ആളല്ല. ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് ആവുന്ന ആളാവണം അവർ ബ്രിട്ട്ലി. സോ അപ്പോൾ ഇയാൾ റെസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അഡീഷണൽ കണ്ടീഷൻസ് നോക്കണം. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് നമുക്കറിയാം 2 അഡീഷണൽ കണ്ടീഷൻസ് അല്ലത്. ഈ 2 അഡീഷണൽ കണ്ടീഷനും ക്യുമുലേറ്റീവായിട്ട് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. 2 അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 പ്രീവിയസ് ഇയറിന് മുന്നല്ല 10 വർഷങ്ങളിൽ 2 വർഷം അയാൾ റെസിഡൻ്റ് ആവണം. അത് ഉറപ്പായിട്ടും ആവും. കാരണം 100 ദിവസം എന്തെങ്കിലും നിന്ന് കഴിഞ്ഞാൽ 60 പ്ലസ് നമ്മളെ 400 എന്ത് ചെയ്യും? പുള്ളി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസിൽ 2 ടെസ്റ്റ് 1 ഇയാൾ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യും. ഇനി ടെസ്റ്റ് 1 സാറ്റിസ്ഫൈ ചെയ്യും. ടെസ്റ്റ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ റെസിഡൻ്റ് ആവണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവിടുത്തെ എന്താ പറയുക 60 + 365 4 ഇയേഴ്സിൽ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അത് ഉറപ്പായിട്ടും 2 വർഷം 10 വർഷം ഇയാൾ 100 ദിവസം വെച്ച് വരുമ്പോൾ ഇയാൾ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി ഇത് മാത്രമല്ല 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ആണ് 2 കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് മുന്നല്ല 7 വർഷങ്ങളിലും ഇയാൾ എത്ര ഡേയ്സാണ് ഇന്ത്യയിലോട്ട് വരിക? 100 ഡേയ്സ് വരും. അങ്ങനെ 7 വർഷം വന്നാൽ ഇയാൾ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ഡേയ്സാണ്. പക്ഷേ നമ്മൾ 7 വർഷം എത്ര ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കണം? 730 ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കണം. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസിൽ സെക്കൻഡ് കണ്ടീഷൻ ഇയാൾ എന്ത് ചെയ്യുന്നില്ല? സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കറിയാം അഡീഷണൽ കണ്ടീഷൻ്റെ കേസിൽ ബേസിക് കണ്ടീഷൻ്റെ പോലെ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, 2ഉം ക്യുമുലേറ്റീവായിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അതുകൊണ്ട് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് ഇയാൾ അഡീഷണൽ ടെസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഫെയിൽ ആവുന്നുണ്ട്. അങ്ങനെ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇയാൾ ആരാണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. സോ ദ സ്റ്റാറ്റസ് ഓഫ് ബ്രിട്ട്ലി ഫോർ ദ പ്രീവിയസ് ഇയർ 2019-20 വിൽ ബി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ കാൽക്കുലേഷനൊക്കെ ചെയ്യണം. കാൽക്കുലേഷൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ ആൻസറിൽ ഉറപ്പായിട്ടും കൊടുക്കണം? നമ്മളെ ബേസിക് കണ്ടീഷൻ 2 കണ്ടീഷൻസ് ഉണ്ട്, അഡീഷണൽ കണ്ടീഷൻസും കൊടുക്കണം. പിന്നെ അഡീഷണൽ കണ്ടീഷൻസിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ടാണ് ബ്രിട്ട്ലി ആരാവുന്നത്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവുന്നത്. സോ ഇൻ ദിസ് വേ യു ഹാവ് ടു പ്രസൻറ്റ് ദ ആൻസർ. ഞാൻ ജസ്റ്റ് റഫായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഐ ആം നോട്ട് കോൺസെൻട്രേറ്റിംഗ് ഓൺ റൈറ്റിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഓൾ ദീസ് ആൻസേഴ്സ്. ഓൾ ദീസ് പ്രസൻറ്റേഷൻ ഹാസ് ബീൻ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ് സെൽഫ്. റഫർ ഇറ്റ്. ഓക്കെ, ഗോ ഫോർ ഇറ്റ്. ദെൻ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഡോണ്ട് വറി. പക്ഷേ ഇതെങ്ങനെ എഴുതണം എന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരുന്നത്. സോ ഹോപ്പ് യു ആർ ക്ലിയർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. Mr. B, a Canadian citizen, comes to India for the first time during the previous year 15-16. അപ്പോൾ കനേഡിയൻ സിറ്റിസൺ ആണ്. നമ്മുടെ എക്സെപ്ഷൻ കേസിൽ വരുന്ന കേസൊന്നുമല്ല. ആദ്യമായിട്ട് ഇയാൾ ഇന്ത്യയിലോട്ട് വന്നത് പ്രീവിയസ് ഇയർ 15-16 15-16, 16-17, 17-18, 18-19, 19-20 ഇന്ത്യയിൽ എത്ര ദിവസം നിന്നു? 15-16 55 ഡേയ്സ് നിന്നു, 16-17 60 ഡേയ്സ് നിന്നു, 17-18 90 ഡേയ്സ് നിന്നു, 18-19 150 ഡേയ്സ് നിന്നു. നമ്മുടെ പ്രീവിയസ് ഇയർ ആയ 19-20 ആശാൻ എത്ര ദിവസം നിന്നു? 70 ഡേയ്സ് നിന്നു. ഫൈൻ. ഡിറ്റർമൈൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ അസസ്മെൻറ്റ് ഇയർ 2021 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 19-20 പ്രീവിയസ് ഇയറിൻ്റെ അസസ്മെൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 2021. അപ്പോൾ നമുക്കറിയാം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എക്സെപ്ഷൻ കേസൊന്നുമല്ല. ആദ്യം ബേസിക് ടെസ്റ്റിലെ ഫസ്റ്റ് ടെസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ്. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം ഹീ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ ഓൺലി 70 ഡേയ്സ്. ഇനി ടെസ്റ്റ് 2 ഏതാണ്? പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യുന്ന എത്ര ദിവസമായിരിക്കണം? വാട്ട് ബി സേ പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യുന്ന എത്ര ദിവസമായിരിക്കണം? 60 ഡേയ്സ് ആയിരിക്കണം. പ്ലസ് പ്രീവിയസ് ഇയറിന് മുന്നല്ല 4 വർഷങ്ങളിൽ അറ്റ്ലീസ്റ്റ് എത്ര ഡേയ്സ് ഉണ്ടായിരിക്കണം? 365 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിന് മുന്നല്ല 4 വർഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ 4 വർഷമാണ്. അതിന് മാറാനൊന്നുമില്ല. 15, 16, 16, 17, 17, 18, 18, 19, 355. അപ്പോൾ കറക്റ്റ് 355 ഡേയ്സ് 355 ഡേയ്സാണ് ഇയാൾ ഇന്ത്യയിൽ നിൽക്കുന്നത്. പ്രീവിയസ് ഇയറിന് മുന്നല്ലേ 4 വർഷങ്ങളിൽ. നമുക്കറിയാം 365 ഡേയ്സാണ് എവിടെ വേണ്ടത്? ഇന്ത്യയിൽ നിൽക്കേണ്ടത്.
അപ്പോൾ അതുകൊണ്ട് 365 ഡേയ്സ് ഇന്ത്യയിൽ വേണമെന്നുള്ളതുകൊണ്ട് 355 ആണ് വേണ്ടത്, 365 ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമുക്ക് വന്നത് എത്രയാണ് ആക്ച്വലി 355 ആണ്. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റും പുള്ളി എന്ത് ചെയ്യുന്നില്ല, സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ട് ബേസിക് ടെസ്റ്റും പുള്ളി സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കനേഡിയൻ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 1920 കനേഡിയൻ സിറ്റിസൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോൺ റെസിഡൻറ്റ്. അപ്പോൾ രണ്ട് ബേസിക്. ഇനി ഇത് 355 കറക്റ്റ് ആൻസർ വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവരുത് കേട്ടോ. ദൈവമേ ഇത് 355 ആണോ അതോ 365 ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഓൺ ദ സ്പോട്ടിൽ മാറിപ്പോയേക്കാം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. കറക്റ്റ് ആൻസർ ഈസ് 365 ഡേയ്സ് ആണ് കറക്റ്റ് വേണ്ടത്. നമ്മുടെ 365 എപ്പോഴും നമ്പർ ഓഫ് ഡേയ്സിൻ്റെ നോർമൽ ഇയർ ആലോചിച്ചാൽ മതി. 4 ഇയേഴ്സിൽ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൻ്റെ ഇയർ 365 ആണല്ലോ, അത് വെച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും നമ്മുടെ കനേഡിയൻ സിറ്റിസൺ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഹീ സെഡ് ടു ബി എ നോൺ റെസിഡൻറ്റ് ഫോർ ദ പ്രീവിയസ് ഇയർ 1920 അസസ്മെൻറ്റ് ഇയർ 2021. അപ്പോൾ ഈ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ബേസിക് കണ്ടീഷൻസ് എഴുതുക, ഈ കാൽക്കുലേഷൻ എഴുതുക, താഴെ കൺക്ലൂഷൻ എഴുതുക. ദ കനേഡിയൻ സിറ്റിസൺ ഈസ് നോട്ട് സാറ്റിസ്ഫൈയിങ് എനി ഓഫ് ദ എബോവ് ബേസിക് കണ്ടീഷൻസ്, സോ ഹീ ഈസ് സെഡ് ടു ബി എ നോൺ റെസിഡൻറ്റ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. മതി, ഫുൾ മാർക്ക്. ഓക്കെ, നെക്സ്റ്റ് മൂവിങ് ഓൺ ടു അനദർ പ്രോബ്ലം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണ 4th ക്വസ്റ്റ്യൻ. The business of HUF is transacted from Australia and all the policy decisions are taken there. Mr. E, the Karta of HUF, who was born in Calcutta, visits India during the previous year 1920 after 15 years. He comes to India on 1/4/2019 and he leaves for Australia on 1/12/2019. Determine the residential status of Mr. E and the HUF. അപ്പോൾ മിസ്റ്റർ ഇ കർത്തയായിട്ടുള്ള HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ ഇൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും 2019-20 പ്രീവിയസ് ഇയറിൽ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞാൽ വിൽ ബി ഡിറ്റർമിനിങ് ഓൺ ദ ബേസിസ് ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഓർ പാർട്ട്ലിയോ ഇന്ത്യയിലാണെങ്കിൽ HUF റെസിഡൻ്റ് ആണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആണെങ്കിൽ HUF ആരാണ്, നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ HUFൻ്റെ കേസിൽ നമുക്കറിയാം കംപ്ലീറ്റ് HUFുമായി ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്യുന്നത് HUFൻ്റെത് ഓസ്ട്രേലിയയിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓസ്ട്രേലിയയിലാണ് കറക്റ്റ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. അപ്പോൾ ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് എങ്കിൽ നമുക്കറിയാം HUF ആരാണ്, നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ HUFൻ്റെ കേസിൽ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയിലായതുകൊണ്ട് HUF ആരാണ്, നോൺ റെസിഡൻ്റ് ആണ്. ഇനി മിസ്റ്റർ ഇൻ്റെ കേസ്, മിസ്റ്റർ ഇ ഇന്ത്യയിലോട്ട് വരുന്നത് 1/4/2019 അതുപോലെ തന്നെ മിസ്റ്റർ ഇ ലീവ് ചെയ്തത് 1/12/2019. പിന്നെ മിസ്റ്റർ ഇ എവിടെ ബോൺ ചെയ്തിരിക്കുന്നത്, ബോൺ ഇൻ കൊൽക്കത്തയാണ്. അപ്പോൾ മിസ്റ്റർ ഇ ബോൺ ഇൻ കൊൽക്കത്ത എന്ന് പറയുമ്പോൾ മിസ്റ്റർ ബി ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ, ഇന്ത്യൻ സിറ്റിസൺ ആണ്, അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ആൾ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ 182 ഡേയ്സ് നിർബന്ധമായിട്ടും എവിടെ നിൽക്കണം, ഇന്ത്യയിൽ നിൽക്കണം, ആരാവണമെങ്കിൽ, റെസിഡൻ്റ് ആവണമെങ്കിൽ. അപ്പോൾ 1/4/2019 മുതൽ 1/12 വരെയാണ് ആര് നിൽക്കുന്നത്, നമ്മുടെ ഇ നിന്നിട്ടുണ്ട്. അപ്പോൾ HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി ആരുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കാൻ പോകണേ, ഇൻ്റെ സ്റ്റാറ്റസ്. ഇൻ്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുന്ന സമയത്ത് April 1 വന്നിട്ടുണ്ട്. April 1 വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ ടോട്ടൽ ഡേയ്സ് ആണ് 30. നമുക്കറിയാം നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഡേറ്റ് ഓഫ് കമ്മിങ് ഇൻ, ഡേ ഓഫ് കമ്മിങ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ സ്റ്റേ ചെയ്ത പോലെ കൗണ്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. May 31, ജൂണിൽ 30, ജൂലൈ 31, ഓഗസ്റ്റ് ആൾസോ 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 1 പോയ ഡേയും ഇന്ത്യയിൽ നിന്ന പോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 245 കിട്ടും. 245 എന്ന് പറഞ്ഞാൽ 182 ഡേയ്സിനെക്കാളും കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ ഇയാളെന്ന് പറഞ്ഞാൽ മിസ്റ്റർ ഇ എന്ന് പറഞ്ഞാൽ ആരായി, റെസിഡൻ്റായി. ഇനി റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെസ്റ്റ് വെച്ച് നോക്കണം, അഡീഷണൽ കണ്ടീഷൻസ് വെച്ച് നോക്കണം. എന്ത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, ഇയാൾ ROR ആണോ RBN ആണോ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഡീഷണൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇയാൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയിലോട്ട് വന്നിട്ട് തന്നെയല്ല. അപ്പോൾ ഉറപ്പായിട്ടും അഡീഷണൽ ടെസ്റ്റിൽ ഒന്നും തന്നെ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ആരേക്കാരം, RBNR ആയിരിക്കും. അപ്പോൾ സ്റ്റാറ്റസ് നമ്മുടെ മിസ്റ്റർ ഇൻ്റെ സ്റ്റാറ്റസ് RBNR, HUFൻ്റെ സ്റ്റാറ്റസ് നോൺ റെസിഡൻറ്റ്.
അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ കാൽക്കുലേഷനും ഈ കൺക്ലൂഷനും മാത്രമല്ല എഴുതേണ്ടത്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് HUFൻ്റെ കാണുമ്പോൾ എല്ലാ കണ്ടീഷൻസ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ബേസിൽ നിങ്ങൾ എഴുതണം. ഇൻഡിവിജ്വലിൻ്റെ കേസിൽ നിങ്ങൾ 3 കാര്യങ്ങൾ എഴുതണം. ഫസ്റ്റ് വൺ ബേസിക് കണ്ടീഷൻസ്, സെക്കൻഡ് വൺ എക്സെപ്ഷൻസ്, ആ എക്സെപ്ഷനിൽ വരുന്ന ആളാണ് ഇയാൾ, അതുകൊണ്ട് തന്നെ 180 ഡേയ്സ് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്നുള്ള എഴുതണം. അവസാനമായിട്ട് അഡീഷണൽ കണ്ടീഷൻസ് എഴുതണം. അഡീഷണൽ കണ്ടീഷൻസ് ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ബേസിക് കണ്ടീഷൻസിലെ ഫസ്റ്റ് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇയാൾ ആരാണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം വെറൈറ്റിയാണ്. 2 കാര്യങ്ങൾ ഈ 2 ഏരിയയിൽ എന്ന് പറഞ്ഞാൽ HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിലും ഒരു തറോ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. ദെൻ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കോപ്പ് ഓഫ് ഇൻകം എന്നുള്ള ടോപ്പിക്കിലാണ്. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻകം ഫ്രം ഫർണിഷ്ഡ് ബൈ മിസ്റ്റർ അനുജിത്ത് പെർട്ടൈനിങ് ടു ഇയർ എൻഡഡ് 31st March 2020 കമ്പ്യൂട്ട് ദ ടോട്ടൽ ഇൻകം ഓഫ് ഫോർ ദ അസസ്മെൻറ്റ് 2020 ഈ ഫീസ്. അനുജിത്ത് റെസിഡൻ്റ് ആണെങ്കിൽ ഏതൊക്കെ വരിക? റെസിഡൻ്റ് പറഞ്ഞാൽ റെസിഡൻ്റ് ആർ ഓർഡിനറി റെസിഡൻറ്റ്. പിന്നെ സെക്കൻഡ് കേസ് അരുന്ത് RBNOR ആണെങ്കിൽ, അതുപോലെ തന്നെ NR ആണെങ്കിൽ. അപ്പോൾ ഈ 3 കേസിലും ആണെങ്കിൽ അനുരുദ്ധിൻ്റെ സ്റ്റാറ്റസ് ഈ 3 ആണെങ്കിൽ ഏതൊക്കെ ഇൻകമാണ് ഇവന് ടാക്സ് ചെയ്യാന്നില്ലാണ്. ഫസ്റ്റ് വൺ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി റെസീവ്ഡ് ഇൻ ജർമ്മനി. നോക്ക്, ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനിയാണ്, അപ്പോൾ സോഴ്സ് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ അത് ഇന്ത്യൻ ഇൻകം ആണ്. ഇന്ത്യൻ ഇൻകം ആകുമ്പോൾ അത് ആർക്കൊക്കെ ടാക്സ് ചെയ്യുക? 3 പേർക്കും ഒരുപോലെ ടാക്സ് ചെയ്യും. നമുക്കറിയാം സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ ഇൻകം എല്ലാവർക്കും ടാക്സ് ചെയ്യും, ഫോറിൻ ഇൻകം RORന് ടാക്സ് ചെയ്യും, RBNORന് 2 ഫോറിൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. ഇൻകം ഫ്രം ബിസിനസ് ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഈസ് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ, ഇൻകം ഫ്രം പ്രൊഫഷൻ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ വിച്ച് ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. ഈ 2 ഇൻകം അല്ലെങ്കിൽ ഫോറിൻ ഇൻകം മാത്രമേ RBNORന് ടാക്സ് ചെയ്യുള്ളൂ. നോൺ റെസിഡൻറ്റിന് ഫോറിൻ ഇൻകം ടാക്സ് ചെയ്യൂല. ഇതാണ് സ്കോപ്പ് ഓഫ് ഇൻകം. ഇത് വച്ചങ്ങ് ചെയ്താൽ മതി. അപ്പോൾ ഈ 15,000 എല്ലാവർക്കും ടാക്സ് ചെയ്യും. അപ്പോൾ 15,000 ഈ 3 കോളത്തിൽ എഴുതുക, അതേപോലെ അടുത്തത് ഇതേപോലെ എഴുതിയിട്ട് ഇത് ടോട്ടൽ ചെയ്യുക. അത്ര ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. ഈസി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഡിവിഡൻഡ് ഫ്രം ജപ്പാൻ കമ്പനി റെസീവ്ഡ് ഇൻ ജപ്പാൻ. ഡിവിഡൻഡ് ഫ്രം ജപ്പാൻ കമ്പനിയാണ്, റെസീവ്ഡ് ഇൻ ജപ്പാനാണ്, ഹോളി ഔട്ട്സൈഡ് ഇന്ത്യയാണ്, ഫോറിൻ ഇൻകമാണ്. ഇത് ആർക്ക് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ? RORന് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. അപ്പോൾ RORന് മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ്, റെൻറ്റ് ഫ്രം പ്രോപ്പർട്ടി ഇൻ ലണ്ടൻ ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഇൻ ലണ്ടൻ ആഫ്റ്റർ ലേറ്റർ ഓൺ റെമിറ്റഡ് ടു ഇന്ത്യ ത്രൂ അപ്രൂവ്ഡ് ബാങ്കിങ് ചാനൽസ്. അത് നമുക്കറിയാം, നമ്മളെപ്പോഴും ഫസ്റ്റ് റെസീപ്റ്റാണ് നമ്മൾ ടാക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് സാലറി കിട്ടി, സാലറി പിന്നെ അയാൾ ഈ അക്കൗണ്ടിൽ നിന്ന് അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റി. അതല്ല ആക്ച്വലി അത്. അപ്പോൾ അടുത്ത അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ അത് സബ്സിക്വൻറ്റ് റെമിറ്റൻസ് പറയും, അതൊരിക്കലും ഇൻകം അല്ല. അപ്പോൾ ഈ ലണ്ടനിലുള്ള പ്രോപ്പർട്ടി മേലെ റെൻറ്റ് കിട്ടിയത് ലണ്ടനിലാണ്, അപ്പോൾ ഇത് ഫോറിൻ ഇൻകമാണ്. പിന്നെ അത് ഇന്ത്യയിലോട്ട് വിട്ടു, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ റിസീവ് ചെയ്തോ നോക്കിയാൽ മതി, ഇന്ത്യയിലോട്ട് വിട്ടത് ഇന്ത്യൻ ഇൻകം ആവില്ല. അപ്പോൾ ഇത് ലണ്ടനിലുള്ള പ്രോപ്പർട്ടിയാണ്, ലണ്ടനിലാണ് റെൻറ്റും കിട്ടിയത്. അപ്പോൾ ഇത് പക്ക ഫോറിൻ ഇൻകമാണ്. ഇത് റെസിഡൻറ്റിന് മാത്രം, RORന് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർക്ക് ടാക്സ് ചെയ്യൂല. പിന്നെ ഡിവിഡൻഡ് ഫ്രം RP ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനി ഡിവിഡൻഡ് കിട്ടിയ സോഴ്സ് ഇന്ത്യയിലാണ്. പിന്നെ അതുപോലെ തന്നെ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി നമ്മൾ ഇൻകം ഡീം ടു അക്രോ ഓർ റൈസ് ഇൻ ഇന്ത്യയിലൊക്കെ നമ്മൾ പറഞ്ഞ കേസാണ്. അതുകൊണ്ട് കംപ്ലീറ്റ് ഇത് ഇന്ത്യൻ ഇൻകമാണ്, എല്ലാവർക്കും ടാക്സ് ചെയ്യും. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് ഇൻ ഗുജറാത്തിൽ അഗ്രികൾച്ചർ ഇൻകം 25,000 ആണ് ഇന്ത്യൻ ഇൻകമാണ്. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കേ ഉള്ളൂ, അത് എത്തുന്നുള്ളൂ. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ എക്സെംപ്റ്റ് ആണ്. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ അത് എക്സെംപ്റ്റ് അല്ല കേട്ടോ, ടാക്സബിൾ ആണ്. അപ്പോൾ അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ പറഞ്ഞാൽ എക്സെംപ്റ്റ് ആണ്. എക്സെംപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയാം, ഇൻകത്തിന് ടാക്സ് ഇല്ലെങ്കിൽ ആ ഇൻകത്തിന് പറയുന്ന പേരാണ് എക്സെംപ്റ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സിൽ അത് ടാക്സ് ചെയ്യാത്ത ഇൻകമാണ്. അങ്ങനത്തെ ഇൻകത്തിന് പറയുന്ന പേരാണ് എക്സെംപ്റ്റ് ഇൻകം. അപ്പോൾ അഗ്രികൾച്ചർ ലാൻഡ് ഗുജറാത്തിൽ നിന്നാണ് ഇൻകം കിട്ടിയെങ്കിൽ അത് എക്സെംപ്റ്റ് ഇൻകം ആണ്, അത് ആർക്കും ടാക്സ് ചെയ്യില്ല. പിന്നെ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് എൻ ഇന്ത്യൻ കമ്പനി റെസീവ്ഡ് ഇൻ ജർമ്മനി. ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ സെയിൽ ചെയ്തപ്പോൾ കിട്ടിയ ഗെയിൻ പ്രോഫിറ്റ് അത് ഇൻകമാണ്. ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ അല്ലേ സെയിൽ ചെയ്തത്, അപ്പോൾ ഏത് അസറ്റ് എവിടെയല്ല അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്തത്? ഇന്ത്യയിലുള്ള അസറ്റാണ് ട്രാൻസ്ഫർ ചെയ്തത്, അതുകൊണ്ട് അത് ഇന്ത്യൻ ഇൻകമാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻകം ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും എന്താണ് ടാക്സബിൾ ആണ്. ഡിവിഡൻഡ് ഫ്രം ജപ്പാൻ കമ്പനി റെസീവ്ഡ് ഇൻ ജപ്പാൻ കമ്പനിയുടെ ഡിവിഡൻഡ് ജപ്പാൻ കമ്പനി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ച്വലി എന്താണ്, ഫോറിൻ ഇൻകം, ഇതിൽ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കേസ് തന്നെ. അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെയാണോ ഇത് നമ്മൾ എടുക്കേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെ കാറ്റഗറി ആളുകൾക്ക് ടാക്സ് ചെയ്യുന്നില്ലേ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഓരോ കോളം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് ടോട്ടൽ ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. ഫൈൻ. അപ്പോൾ ഇതിൽ ആർക്കായിരിക്കും കൂടുതൽ ഇൻകം വരിക? RORനാണോ RBNORനാണോ NRനാണോ? ഉറപ്പായിട്ടും ഇത് വരെ ആർക്കായിരിക്കും? RORനേക്കാരം. കാരണം RORനാണ് ഏത് ലോകത്ത് നിന്ന് എവിടെ ഇൻകം ഉണ്ടായാലും അതിന് ആര് ടാക്സ് കൊടുക്കണം? ROR ടാക്സ് കൊടുക്കണം. അതുപോലെ ആർക്കായിരിക്കും ഏറ്റവും കുറവ് ഇൻകം വരിക? NRനായിരിക്കും. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റുഡ്. മൂവിങ് ഓൺ. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡേവിഡ്, ഏജ്ഡ് 40, ഗവൺമെൻറ് എംപ്ലോയി ആണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പുള്ളി ഇന്ത്യ ലീവ് ചെയ്തു 31st March 2019 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ബിഗിനിങ്ങിൽ.
എന്തിനാണ് പോയത് വെച്ചാൽ ഹൈ കമ്മീഷണർ ഓഫ് കാനഡയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ എംബസി, കാനഡയിലുള്ള ഇന്ത്യൻ എംബസിയിൽ വർക്ക് ചെയ്യാനാണ് പോയത്. അയാൾ നമ്മുടെ പ്രീവിയസ് ഇയർ 1920 ഇന്ത്യ വിസിറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്ത്യ വിസിറ്റ് ചെയ്യുകയൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ 1920 ഇയാൾ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചോളം റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ? പ്യൂർലി നോൺ റെസിഡൻ്റ് ആണ്. കാരണം ഇയാൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ. അപ്പോൾ ഇന്ത്യയിലോട്ട് മീൻസ് നമ്മുടെ ബേസിക് കണ്ടീഷൻസ് രണ്ടും ഇയാൾ ഇന്ത്യയിലോട്ട് വരുന്നില്ല, പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ഇയാൾ ഇല്ല. അപ്പോൾ ബേസിക് കണ്ടീഷൻ രണ്ടും ഇയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇയാൾ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നോൺ റെസിഡൻറ്റിന് ഏതൊക്കെ ഇൻകം ടാക്സ് ചെയ്യുക? ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ നമുക്കറിയാം. ഇനി അയാൾക്ക് താഴെ കൊടുത്ത അയാളെ ഇൻകംസാണ് പറയുന്നത്. ഈ ഇൻകത്തിൽ അയാളുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി കാണാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ സാലറി ഇൻകം എന്ന് പറഞ്ഞാൽ 5 lakh. അപ്പോൾ സാലറി ഇൻകത്തിൻ്റെ കേസ് നമുക്കറിയാം. ഈ സാലറി ഇൻകം ഇയാൾക്ക് കാനഡയിലാണ് കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ആർക്ക് സാലറി കൊടുത്തു കഴിഞ്ഞാലും അത് ലോകത്ത് എവിടെയാണെങ്കിലും അത് ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയാണ്. ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയാണ്. സാലറി ഗിവൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിയറായി നമ്മൾ ആ ടോപ്പിക് പഠിച്ചാണ്. ഇൻകം ഫ്രം സാലറീസ് പേയബിൾ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ഇൻകമാണ്. അപ്പോൾ ഈ സാലറി എവിടെ ടാക്സ് ചെയ്യും? ഇന്ത്യയിൽ ടാക്സ് ചെയ്യും. ഇനി ഫോറിൻ അലവൻസ് ആക്ച്വലി നമ്മൾ പറഞ്ഞാൽ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഫോറിൻ അലവൻസ് നമ്മൾ പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫോറിൻ അലവൻസ് എന്നുള്ള അലവൻസ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ ആ അലവൻസ് ആക്ച്വലി എക്സംപ്റ്റ് ആണ്. അപ്പോൾ എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ടാക്സ് ഇല്ല. അപ്പോൾ ഈ അലവൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ FD ഫ്രം ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടി. അത് എവിടെ കിട്ടിയാലും മോനെ ബാങ്ക് എവിടെയാണ്? ഇന്ത്യയിലാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എന്താണ്? ടാക്സബിൾ ആണ്. പിന്നെ ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാനിലെ അഗ്രികൾച്ചറിലെ ഇൻകം. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം എക്സെപ്റ്റ് ഉള്ളൂ. ഇന്ത്യക്ക് പുറത്തുള്ള അഗ്രികൾച്ചർ ഇൻകം ഒന്നും എക്സെപ്റ്റ് അല്ല. അപ്പോൾ പാകിസ്ഥാനിലെ അഗ്രികൾച്ചർ ഇൻകത്തിൽ നമുക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇയാളെ സംബന്ധിച്ചോളം എന്ത് ഇൻകമാണ്? ഫോറിൻ ഇൻകമാണ്. ഇയാൾ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നോൺ റെസിഡൻറ്റിന് ഫോറിൻ ഇൻകത്തുമ്പോൾ ടാക്സ് ഉണ്ടോ? ഇല്ല. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇൻ പാകിസ്ഥാനിൽ എന്തോ ഇയാൾ പാകിസ്ഥാനിൽ കല്യാണം കഴിച്ചു എന്നൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഫൈൻ. പാകിസ്ഥാനിലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്താണ്? ഫോറിൻ ഇൻകമാണ്. അപ്പോൾ അതിനും എന്തില്ല? ടാക്സ് ഇല്ല. അപ്പോൾ അവിടെ ടാക്സ് ചെയ്യുന്ന ആകെ 2 ഇൻകം ഉള്ളൂ, 5 lakhും 6 lakhും. 5 lakhും 1 lakhും. ടോട്ടൽ എത്ര? 6 lakh. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ആദ്യം ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റി എഴുതണം. പിന്നെ ഏതൊക്കെ ഇൻകം ടാക്സ് ചെയ്യാൻ എഴുതണം. ഓരോ ഇൻകത്തിനും നോട്ട് കൊടുക്കണം. സാലറിക്ക് നമ്മൾ നോട്ട് കൊടുക്കണം. എന്താണ് സാലറിക്ക് നോട്ട്? ആസ് പെർ സെക്ഷൻ 5 സ്കോപ്പ് ഓഫ് ഇൻകം, സാലറി പേയബിൾ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോർ എംപ്ലോയീസ് വർക്കിംഗ് ഔട്ട്സൈഡ് ഇന്ത്യ ഫോർ ദ ഗവൺമെൻറ് ഈസ് ആൻ ഇന്ത്യൻ ഇൻകം. ഇറ്റ്സ് ആൻ ഇൻകം ഡീം ടു അക്രൂ ഓർ റൈസ് ഇൻ ഇന്ത്യ, സോ ഇറ്റ് ഹാസ് ടു ബി ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ നോൺ റെസിഡൻറ്റ്. പിന്നെ രണ്ടാമത്തത് നിങ്ങൾ നോട്ട് കൊടുക്കേണ്ടത് ഫോറിൻ അലവൻസ് എക്സെപ്റ്റ് ആണ് നോട്ട് കൊടുക്കണം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻകം ഇന്ത്യ, ബാക്കി 2 ഇൻകങ്ങളും ഫോറിൻ ഇൻകം ആണെന്ന് പറഞ്ഞ് നോട്ടും കൊടുക്കണം. അപ്പോൾ ഈ നോട്ട് കൊടുത്തിട്ട് വേണം എല്ലാ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. കാൽക്കുലേഷൻ മാത്രമല്ല, ഡീറ്റെയിൽ എവിടെയാണെങ്കിലും നോട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോട്ട് പ്രസൻറ്റേഷൻ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്യുക. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദ സെയിം. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. നെക്സ്റ്റ് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ സോഹം ആൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അവൻ ഇന്ത്യ വിട്ടുപോയി 24/2017 ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ 2017 April 20 വരെ അവൻ ഇന്ത്യയിലുണ്ട്. അവൻ ഇന്ത്യക്ക് പുറത്ത് പോയത് ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സിംഗപ്പൂരിൽ. 10/4/2019 അവർ ഇന്ത്യയിലോട്ട് എന്ത് ചെയ്തു? വന്നു. എഗ്രിമെൻ്റ് നടത്തി. ഹി എൻറ്റർഡ് ഇൻറ്റു ആൻ എഗ്രിമെൻറ്റ് വിത്ത് LK ലിമിറ്റഡ്, ഇന്ത്യൻ കമ്പനിയുമായിട്ടൊരു എഗ്രിമെൻറ്റിലെത്തി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിസൈൻസ് ടു സെറ്റ് അപ്പ് ആൻ ഓട്ടോമൊബൈൽ ഫാക്ടറി ഇൻ ഫരീദാബാദ്. He reached India along with his team to render the requisite service on 15/5/2019 അവൻ ഇന്ത്യയിലോട്ട് വന്നു. ആൻഡ് വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ഹിസ് അസൈൻമെൻറ്റ് അവൻ പൂർത്തിയാക്കിയത് 20/8/2019. എന്തെങ്കിലായിക്കോട്ടെ, അവൻ ഇന്ത്യ വിട്ടത് 21/8/2019. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 15/5/2019 മുതൽ 21/8/2019 വരെ അവൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ 15/5 എന്ന് പറയുമ്പോൾ 5 മെയ് ആണ്. മെയ്യിൽ 31 ദിവസം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 14 ദിവസം ഒഴിവാക്കി കഴിഞ്ഞാൽ മെയ്യിൽ അവൻ 17 ദിവസമുണ്ട്. ജൂണിൽ അവൻ 30 ദിവസമുണ്ട്. ജൂലൈയിൽ അവൻ 31 ദിവസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓഗസ്റ്റിൽ അവൻ 21 ദിവസമുണ്ട്. അപ്പോൾ ടോട്ടൽ അവൻ ഇന്ത്യയിൽ നമ്മുടെ പ്രീവിയസ് ഇയറിൽ 99 ഡേയ്സ് ഉണ്ട്. ദെൻ ഹീ ചാർജ് 50 lakh ഫോർ ഈ സർവീസ് ഫ്രം LK ലിമിറ്റഡ്. അപ്പോൾ ഇവൻ എന്തിനാണ് ഇന്ത്യയിലോട്ട് വന്നത്? LK ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സർവീസിന് അവൻ റെമ്യൂണറേഷന് 50 lakh അവൻ വാങ്ങി. ഡിറ്റർമൈൻ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ സോഹം. അപ്പോൾ നമുക്കറിയാം സോഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യൻ സിറ്റിസൺ ആണ്. അവൻ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിലോട്ട് വന്നു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സിറ്റിസൺ ഹു ഈസ് എൻഗേജ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അവൻ ഇന്ത്യക്ക് പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആളല്ലേ. കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ അവൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക് കണ്ടീഷൻസിൽ ഏത് കണ്ടീഷൻ അവൻ സാറ്റിസ്ഫൈ ചെയ്താലേ അവൻ റെസിഡൻ്റ് ആവുള്ളൂ. 182 days കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ അവൻ റെസിഡൻ്റ് ആവുള്ളൂ. പക്ഷേ ഇവിടെ അവൻ 15/5 മുതൽ 21/10 വരെ വന്നു കഴിഞ്ഞാൽ 21/8 വരെ വന്നു കഴിഞ്ഞാൽ ആകെ 99 days ഉള്ളൂ. അപ്പോൾ ഇവൻ 182 days സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ ഇവൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ബിക്കോസ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് ഇവൻ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിവിടെ എഴുതേണ്ട റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ നോട്ടായിട്ട് എഴുതേണ്ട ബേസിക് കണ്ടീഷൻ രണ്ടും എഴുതുക, എക്സെപ്ഷൻസ് എഴുതുക. ഇവൻ എക്സെപ്ഷൻ്റെ കേസാണ്. നമ്പർ ഓഫ് ഡേയ്സ് സ്റ്റേഡ് ഇൻ ഇന്ത്യ 99 കാൽക്കുലേഷൻ എഴുതുക. അതുകൊണ്ട് ഇവൻ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. അടിപൊളി. ഹാഫ് പാർട്ടി ഈസ് ഓവർ. ഇനി അടുത്തത് LK ലിമിറ്റഡിന് അവന് ഒരു ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്തല്ലോ. ഈ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്തത് ഒരു ഇന്ത്യൻ കമ്പനിക്കാണല്ലോ. ആ ടെക്നിക്കൽ സർവീസ് അപ്ലൈ ചെയ്തിരിക്കണത് എവിടെയാണ്? ഇന്ത്യയിലാണല്ലോ. അപ്പോൾ അവന് അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഇൻകം ഉണ്ടല്ലോ 50 ലാക്ക്, അത് ഇന്ത്യയിൽ ടാക്സബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവനെ സംബന്ധിച്ചോളം ഇവൻ ആരാണ്? ഇന്ത്യയിൽ നോൺ റെസിഡൻ്റ് ആണ്. പക്ഷേ ഇവന് നമ്മളെ LK ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻകമാണ്. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യൻ ഇൻകം ആവുന്നത്? ഇതൊരു ടെക്നിക്കൽ സർവീസാണ്. ആ ടെക്നിക്കൽ സർവീസ് അപ്ലൈ ചെയ്തേ ഇന്ത്യയിലാണ്. അങ്ങനെ ടെക്നിക്കൽ സർവീസ് അപ്ലൈ ചെയ്തേ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയിൽ വരും. FTS, റോയൽറ്റി, ഇൻട്രസ്റ്റ് ഇതെല്ലാം അപ്ലൈ ചെയ്തേ ഇന്ത്യയിലാണെങ്കിൽ അതെല്ലാം ഇന്ത്യൻ ഇൻകമാണ്. ഇന്ത്യൻ ഇൻകം ആരുടെ കയ്യിലും ടാക്സബിൾ ആണ്? നോൺ റെസിഡൻ്റ് കയ്യിലും ടാക്സബിൾ ആണ്. അപ്പോൾ ഇവൻ നോൺ റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടൊന്നും കാര്യമില്ല. അവൻ എന്തുണ്ട്? ടാക്സബിൾ ആണിത്. അപ്പോൾ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ മരട് ഫ്ലാറ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് ജെറ്റ് അങ്ങനെ എന്തോ ഒരു കമ്പനിയൊക്കെ വന്നായിരുന്നില്ലേ? സൗത്ത് ആഫ്രിക്കൻ കമ്പനിയാണ് ആ കമ്പനി. അപ്പോൾ ആ കമ്പനി ആക്ച്വലി ഇവിടെ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ കമ്പനി ഫോറിൻ കമ്പനി ആണെങ്കിലും ആ FTS പ്രൊവൈഡ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കണം ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ആര് ടാക്സ് എവിടെ കൊടുക്കണം? ആ കമ്പനി ടാക്സ് ഇവിടെ കൊടുക്കണം. എന്നാൽ മാത്രമേ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ എമൗണ്ടും കളക്ട് ചെയ്തിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കേസ് ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മുടെ സോഹം നോൺ റെസിഡൻ്റ് ആണ്. പക്ഷേ സോഹത്തിന് ഇന്ത്യയിൽ ടെക്നിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കിട്ടിയ ഇൻകം ഇന്ത്യൻ ഇൻകം ആയതുകൊണ്ട് തന്നെ നോൺ റെസിഡൻ്റെ കയ്യിൽ ഇന്ത്യൻ ഇൻകം ടാക്സബിൾ അല്ലേ? നോൺ റെസിഡൻ്റെ കയ്യിൽ ഏത് ഇൻകം ടാക്സബിൾ അല്ലാത്തുള്ളൂ? ഫോറിൻ ഇൻകം ടാക്സബിൾ അല്ലാത്തുള്ളൂ. അതുകൊണ്ട് സോഹമിൻ്റെ കയ്യിൽ ഇൻകം എന്താണ്? ടാക്സബിൾ ആണ്. സോഹമിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50 ലാക്കാണ്. ദാറ്റ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th one. ബിബിത paid a sum of $5,000 to Kulashekara. Kulashekara is a management consultant practicing in Colombo, specializing in project finance. അപ്പോൾ കുലശേഖര പ്രാക്ടീസ് ചെയ്യുന്ന കൊളംബോയിലാണ്. അപ്പോൾ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ലെങ്കിൽ കുലശേഖര മിക്കവാറും ആരായിരിക്കും? നോൺ റെസിഡൻ്റ് ആയിരിക്കും. ദ പേയ്മെൻറ്റ് വാസ് മെയ്ഡ് ഇൻ കൊളംബോ. പേയ്മെൻറ്റ് നടത്തിയ കൊളംബോയിലാണ്. ഓക്കെ ഫൈൻ. മിസ്റ്റർ കുലശേഖര ഈസ് എ നോൺ റെസിഡൻറ്റ്. കുലശേഖര നോൺ റെസിഡൻ്റ് ആണ്, ഞാൻ പറഞ്ഞ പോലെ. ദ കൺസൾട്ടൻസി ഈസ് റിലേറ്റഡ് ടു പ്രോജക്റ്റ് ഇൻ ഇന്ത്യ വിത്ത് പോസിബിൾ Ceylonese collaboration. Is this payment chargeable to tax in India in the hands of Kulashekara since the services were used in India? കുലശേഖരക്ക് പേയ്മെൻറ്റ് കൊടുത്തത് ഇന്ത്യയിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടെക്നിക്കൽ സർവീസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ആക്ച്വലി ഇന്ത്യയിലാണ്. അപ്പോൾ നമുക്കറിയാം ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് റോയൽറ്റി, FTS or ഇൻട്രസ്റ്റ്. ഇഫ് ഇറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ഇന്ത്യ ദെൻ അത് എന്ത് ഇൻകമാണ്? ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയാണ്. ദാറ്റ് ഈസ് ഇന്ത്യൻ ഇൻകമാണ്. ഇന്ത്യൻ ഇൻകം ആർക്ക് ടാക്സബിൾ ആണ്? റെസിഡൻറ്റിനും നോൺ റെസിഡൻറ്റിനും ഒരുപോലെ ടാക്സബിൾ ആണ് ഇന്ത്യൻ ഇൻകം എന്ന് പറഞ്ഞാൽ എല്ലാ അസോസിയേഷൻ്റെ കയ്യിലും ടാക്സബിൾ ആണ് ഇന്ത്യൻ ഇൻകം. സോ കുലശേഖരൻ നോൺ റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുലശേഖരൻ്റെ കയ്യിൽ എന്താണ്? ടാക്സബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതേണ്ട കേസ് ഇത്രേ ഉള്ളൂ. സ്കോപ്പ് ഓഫ് ഇൻകത്തിൽ ഇൻകം ഡീം ടു അക്രൂ ഓർ അറൈസ് ഇൻ ഇന്ത്യയുടെ കേസിൽ വരുന്ന കേസാണിത്. അതുകൊണ്ട് ഇത് ഇന്ത്യൻ ഇൻകമാണ്. കുലശേഖര ഒരു നോൺ റെസിഡൻ്റ് ആണ്. നോൺ റെസിഡൻ്റെ കയ്യിൽ ഇന്ത്യൻ ഇൻകം ഇന്ത്യൻ ഇൻകം ടാക്സബിൾ ആണ്. അതുകൊണ്ട് ഈ ഇന്ത്യൻ ഇൻകം കുലശേഖരൻ്റെ ഹാൻഡ്സിൽ ടാക്സബിൾ ആണ്. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ. അടുത്തത് ഒരു സ്കോപ്പ് ഓഫ് ഇൻകത്തിൻ്റെ കേസാണ്. ഒരുപാട് ഇൻകംസ് വന്നിട്ടുണ്ട് ഇല്ലൂസ്ട്രേഷൻ 9-ൽ. അതിൽ എന്താ പറയുക, അത് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇത് ആരുടെയൊക്കെ കയ്യിലാണ് ടാക്സ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ചെയ്ത ഡിറ്റോ സെയിം ടൈപ്പാണ്. ഞാനത് ഓരോന്നും വായിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ ഇൻകം ഫ്രം ലാൻഡ് ഇൻ രാജസ്ഥാൻ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ നിന്ന് അഗ്രികൾച്ചർ ഇൻകം കിട്ടി കഴിഞ്ഞാൽ അത് എക്സെപ്റ്റിംഗ് കാർഡ്. ആ രീതിയിൽ നിങ്ങളത് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഇൻകവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പാസ്റ്റ് അൺടാക്സ്ഡ് പ്രോഫിറ്റ്, നമ്മൾ ഇൻകത്തിൻ്റെ ഡെഫിനിഷൻ ഉണ്ട് ഇൻകം ടാക്സിൽ സെക്ഷൻ 2-ൽ. ആ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങളെ ഇന്ത്യയിൽ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ വരുള്ളൂ. അപ്പോൾ അതിൽ വരാത്തൊരു സാധനമാണ് പാസ്റ്റ് അൺടാക്സ്ഡ് പ്രോഫിറ്റ്. ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നാൽ അത് ഇൻകം അല്ല. അതുകൊണ്ട് അത് ആരുടെ കയ്യിലും ടാക്സബിൾ അല്ല കേട്ടോ. പ്ലീസ് മേക്ക് എ നോട്ട്. ദെൻ നെക്സ്റ്റ് നമ്മുടെ എക്സസൈസിലോട്ട് പോവുകയാണ്. മിസ്റ്റർ റാം ആൻ ഇന്ത്യൻ സിറ്റിസൺ ലെഫ്റ്റ് ഇന്ത്യൻ സിറ്റിസനാണ്. ഇന്ത്യ വിട്ടുപോയത് 22/9/2019 ഫോർ ദ ഫസ്റ്റ് ടൈം ടു വർക്ക് ആൻ ഓഫീസർ ഓഫ് എ കമ്പനി. ജർമ്മനിയിൽ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാനാണ് പോയത്. അപ്പോൾ നമുക്കറിയാം ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടെത്താനാണ് പറഞ്ഞത്. നമുക്കറിയാം ഇറ്റ്സ് എ കേസ് ഓഫ് എക്സെപ്ഷൻ. ഇന്ത്യൻ പേഴ്സൺ ഓഫ് രാം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസനാണ്. അപ്പോൾ ഇന്ത്യൻ പേഴ്സൺ വാട്ട് വി സേ ലീവിങ് ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഫോർ ദ പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ 180 days ഇന്ത്യയിൽ നിന്നാൽ മാത്രമേ ആരാവുള്ളൂ? റെസിഡൻ്റ് ആവുള്ളൂ. ഇവൻ പോയത് 22nd വാട്ട് ഷേ
സെപ്റ്റംബറിലാണ്. അപ്പോൾ അതുവരെ അവൻ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏപ്രിൽ 30 ഡേയ്സ് ഉണ്ട്, മെയ്യിൽ 31 ഉണ്ട്, ജൂണിൽ 30, ജൂലൈ 31, ഓഗസ്റ്റിൽ ആൾസോ 31, സെപ്റ്റംബറിൽ 30 ഡേയ്സ് ഇല്ല, സെപ്റ്റംബറിൽ 30 ഡേയ്സ് ഇല്ല, അവൻ സെപ്റ്റംബർ 22 ഡേയ്സ് വരെ ഉള്ളൂ. അപ്പോൾ 22 ഡേയ്സ് പറയുമ്പോൾ 175 ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ഇവൻ 182 ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ടോ, ഒരു 7 ഡേയ്സിൻ്റെ ഒരാഴ്ച കൊണ്ട് മാറി. അപ്പോൾ 7 ഡേയ്സിൻ്റെ കുറവുണ്ട്, 182 ഡേയ്സ് മാത്രമേ നമ്മൾ നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ 60+365 നോക്കാൻ പാടുണ്ടോ, ഒരിക്കലുമില്ല. കാരണം ഇവൻ ആരാണ്, എക്സംഷൻ കേസിൽ പറയുന്ന ഇന്ത്യൻ സിറ്റിസൺ ലീവിങ് ഇന്ത്യയാണ്. അപ്പോൾ 182 സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇവൻ റെസിഡൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് 175 ഉള്ളൂ പ്രീവിയസ് ഇയറിൽ ഇവൻ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇവൻ ആരാണ്, നോൺ റെസിഡൻ്റ് ആണ്. സോ ഇവൻ്റെ നോൺ റെസിഡൻ്റ് ആയതുകൊണ്ട് പിന്നെ അഡീഷണൽ നോക്കേണ്ട ആവശ്യമുണ്ടോ, ഒരിക്കലുമില്ല. ദെൻ മിസ്റ്റർ ഡേ NRI ആണ്, റിസൈഡിങ് ഇൻ US ആണ്, കെയിം ബാക്ക് ടു ഇന്ത്യ 1/4/2018 ഇന്ത്യയിലോട്ട് വന്നു ഫോർ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. വാട്ട് വിൽ ബി റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 1920 ആൻഡ് 2021? 1920 അസസ്മെൻറ്റ് ഇയർ 1920 എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ 18-19. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 18-19 ഇവൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ 18 ഇവന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയറിൽ 18-19 ഇവൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇയറിൽ അവന് എന്താ പറയുക, ഇന്ത്യൻ സിറ്റിസണൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. 1/4/2018 വന്നു കഴിഞ്ഞാൽ 18-19 അസസ്മെൻറ്റ് ഇയർ 1920 എന്ന് പറഞ്ഞാൽ 18-19 പ്രീവിയസ് ഇയർ. 18-19 പ്രീവിയസ് ഇയറിൽ ഇവൻ 365 ഡേയ്സ് ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവൻ ആരാണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇവൻ വാട്ട് ബി സേ 2020-21 അസസ്മെൻറ്റ് ഇയർ. 2021 അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ 1920 പ്രീവിയസ് ഇയർ തന്നെ. അപ്പോൾ 1920 പ്രീവിയസ് ഇയറിൽ ഇവൻ 365 ഡേയ്സ് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇവൻ ആരാണ്, റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിന് മുന്നല്ല 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻറ്റ്. ഇപ്പോൾ വന്നിട്ട് ആകെ 2ാമത്തെ വർഷമായിട്ടുള്ളൂ. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തില്ല. അത് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ 2ാമത്തെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ ഇവൻ എന്ത് ചെയ്യണില്ല, സാറ്റിസ്ഫൈ ചെയ്യണില്ല. അപ്പോൾ ഈ കേസിലും 2 കേസിലും ഇവൻ ആരാണ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ നോട്ടൊന്നും കൊടുക്കാൻ മറക്കരുത്. ഏതൊക്കെ, നമ്മുടെ ഫസ്റ്റ് നോട്ട് സെക്കൻഡ് നോട്ട് രണ്ടും പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ മാർക്സ് കിട്ടുള്ളൂ. പിന്നെ രമേശും സുമേഷും ബ്രദേഴ്സാണ്. ദേ ഏൺഡ് ദ ഫോളോയിങ് ഇൻകം ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ 1920. രമേശ് കാനഡയിൽ സെറ്റിൽ ചെയ്ത 1996. സുരേഷ് സെറ്റിൽ ചെയ്തത് ഡൽഹിയിലാണ്. കമ്പ്യൂട്ട് ഹിസ് ടോട്ടൽ ഇൻകം. അപ്പോൾ സുരേഷ് ഡൽഹിയിലാണ് പറയുമ്പോൾ സുരേഷ് ആരാണ്, സുരേഷ് റെസിഡൻ്റ് ആണ്. അതുപോലെ തന്നെ രമേശ് ആരാണ്, നോൺ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻ കാനഡ ഡെവലപ്മെൻറ്റ് ബോണ്ട് ഓൺലി 50% ഓഫ് ഇൻട്രസ്റ്റ് ഈസ് റെസീവ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ 50% ഇൻട്രസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 50% ഇന്ത്യൻ ഇൻകാണ്. ഇന്ത്യൻ ഇൻകം 2 പേരെ കയ്യിലും ടാക്സബിൾ ആണ്. അപ്പോൾ രമേശ് 35,000 പകുതി എന്ന് പറയുമ്പോൾ 17,500 എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് ചെയ്യണം. കാരണം അതിൻ്റെ പകുതി ഇന്ത്യയിൽ റിസീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സുരേഷിന് പിന്നെ ആരാണ്, റെസിഡൻ്റ് ആണ്. റെസിഡൻ്റ് ആയി കഴിഞ്ഞാൽ ലോകത്തെ എവിടെ ഇൻകം കിട്ടിയാലും അതിനൊക്കെ ഇന്ത്യയിൽ ടാക്സ് ഉണ്ട്. ഡിവിഡൻറ്റ് ബ്രിട്ടീഷ് കമ്പനിയാണ്, റിസീവ് ചെയ്ത ലണ്ടനിലാണ്. അത് ഫോറിൻ ഇൻകാണ്. സുരേഷിന് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ, രമേശിന് ടാക്സ് ഇല്ല. ദെൻ നെക്സ്റ്റ്, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ നാഗ്പൂർ ബട്ട് മാനേജ് ഡയറക്ട്ലി ഫ്രം ലണ്ടൻ. നാഗ്പൂരിലാണ്. അപ്പോൾ ഇനി മാനേജ്മെൻറ്റ് എവിടെ ആയാലും കാട്ടില്ല, സോഴ്സ് ഇന്ത്യയിലാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻകാണ്, 2 പേർക്കും ടാക്സബിളാണ്. ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ സെയിൽ ഓഫ് ഷെയർസ് ഓഫ് ഇന്ത്യൻ കമ്പനി റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഇൻകാണ്, പ്യുവർ ഇന്ത്യൻ ഇൻകാണ്, 2 പേർക്കും ടാക്സബിളാണ്. ഇൻകം ഫ്രം എ ബിസിനസ് ഇൻ ചെന്നൈ, ഇന്ത്യൻ ഇൻകാണ്, 2 പേർക്കും ടാക്സബിളാണ്. FTS റെൻറ്റഡ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ കാനഡ. റെൻറ്റഡ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഇൻകാണ്. അപ്പോൾ ഇവൻ നോൺ റെസിഡൻ്റ് ആയിട്ടും കാര്യമില്ല, അത് ഇന്ത്യൻ ഇൻകാണ്. നോൺ റെസിഡൻ്റ് കയ്യിൽ ഇന്ത്യൻ ഇൻകം ടാക്സബിളാണ്. ഇൻട്രസ്റ്റ് ഓൺ SB ഡെപ്പോസിറ്റ് ഇൻ യൂക്കോ ബാങ്ക് ഡൽഹി. ഡൽഹിയിലെ ബാങ്കിലെ ഡെപ്പോസിറ്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻകാണ്, 2 പേർക്കും ടാക്സബിൾ. അഗ്രികൾച്ചർ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേഷൻ ഇൻ ആന്ധ്രാപ്രദേശ്, ഇന്ത്യൻ ഇൻകാണ്, 2 പേർക്കും എന്താണ്, എക്സെപ്റ്റ് ആണ്. ഇന്ത്യൻ ഇൻകം, ഇന്ത്യൻ അഗ്രികൾച്ചർ ഇൻകം ഇന്ത്യയിലാണെങ്കിൽ 2 പേർക്ക് എക്സെപ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ കേസാണ്. റെൻറ്റ് റെസീവ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ആയിട്ട് ഭോപ്പാൽ ഇന്ത്യയിലാണല്ലോ. അപ്പോൾ സോഴ്സ് ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇന്ത്യയിലാണ്. അപ്പോൾ ഇൻകം ഡീം ടു അക്രൂ RIS ഇൻ ഇന്ത്യയാണ്, ഇന്ത്യൻ ഇൻകം 2 പേർക്കും ടാക്സബിൾ ആണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, ഇത് ആക്ച്വലി എക്സ്പെൻസ് ആണ്. ഇതൊരു ഡിഡക്ഷനായി കിട്ടുന്ന ഐറ്റാണ്. അതുകൊണ്ട് ഇത് എടുക്കേണ്ട ആവശ്യമില്ല. എക്സ്പെൻസുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് ഇൻകായിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഇൻകല്ല, ലീവ് ദാറ്റ്. പിന്നെ അതെന്താണെന്നില്ല നമുക്ക് പിന്നെ വരും ചാപ്റ്റേഴ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രകാരം ഇവരുടെ ടോട്ടൽ ഇൻകം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളുടെ ഓരോ ടാക്സബിൾ ടോട്ടൽ ഇൻകം കിട്ടും. നോർമലി ആർക്കായിരിക്കും ടാക്സ് കൂടുതൽ, സുരേഷിനോ രമേഷിനായിരിക്കും, ഉറപ്പായിട്ട് ഇത് സുരേഷിനായിരിക്കും. അല്ല, കൂടുതൽ ഇൻകം വേണം. നോർമലി ഒരേ ഇൻകം 2 പേർക്ക് വരണമെങ്കിൽ സുരേഷിനാണ് കൂടുതൽ ടാക്സ് വരിക. കാരണം സുരേഷ് ഈസ് എ റെസിഡൻറ്റ്. ദാറ്റ്സ് അബൌട്ട് ദിസ് പ്രോബ്ലം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫാൾസും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ദാറ്റ് യു ഇറ്റ് സെൽഫ് ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഞാനതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻ അതിൽ ഞാൻ പറയാത്തുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നുള്ളൂ. നിങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോടൊക്കെ ചോദിച്ച് പഠിക്ക്. സോ ദാറ്റ് മോർ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ബേസിക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ത്രൂ ഔട്ട് എല്ലാ കൺസെപ്റ്റും നമ്മൾ പറഞ്ഞു. എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മൾ കണ്ടു.
അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ഒത്തിരി പേര് വാട്സപ്പൊക്കെ ചെയ്തായിരുന്നു, ഞാൻ അവരുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഉണ്ടായിട്ട് ഇനിയും പഠിക്കാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവരുത്. സോ മേക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ യുവർ ബെറ്റർമെൻറ്റ്, അതർവൈസ് യു ആർ ഗോയിങ് ടു ലൂസ്. സോ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമ്മുടെ വരാൻ പോകുന്ന ലെക്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻകം ഫ്രം നമ്മുടെ ഹെഡ്സ് ഓഫ് ഇൻകത്തിലോട്ടൊക്കെ നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ എല്ലാ ലെക്ചേഴ്സും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, ഡൗട്ട്സുകളൊക്കെ ക്ലാരിഫൈ ചെയ്ത് പോവുക, അടിപൊളിയായിട്ട് പഠിക്കുക, DT പൊളി മാർക്ക് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് ടൈം. നെക്സ്റ്റ് വീഡിയോ വിൽ കം ഓൺ 10th ഫ്രൈഡേ. നമ്മുടെ ബാച്ച് എന്തായാലും ഈ വീഡിയോസ് എല്ലാം 20th മാക്സിമം 20th നമ്മുടെ പോർഷൻസ് നമ്മൾ കവർ ചെയ്യും. പിന്നീട് വേണമെങ്കിൽ നമുക്കൊരു RTP ഡിസ്കഷനോ മോക്ക് ടെസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ വെക്കാം. 20th ആകുമ്പോഴേക്കും എല്ലാ ക്ലാസ്സും നമ്മൾ തീർക്കും. പിന്നെ ഒരു 5 or 6 days നമ്മൾ വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുള്ളൂ. അപ്പോഴേക്കും പിന്നീട് നമ്മുടെ വീഡിയോ റിമൂവ് ചെയ്യും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതത് വീഡിയോ അതത് ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, കണ്ടു പോവുക. അതർവൈസ് വീഡിയോ വിൽ നോട്ട് ബി ലോങ്ങർ അവൈലബിൾ. നമ്മൾ ആൾട്ടർനേറ്റ് ഡേയ്സിലേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. വളരെ കുറഞ്ഞ കണ്ടൻറ്റ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മേക്ക് മാക്സിമം യൂസ് ഓഫ് ദിസ്. അപ്പോൾ ഇത്രയും ഒരു അവസരം കിട്ടിയത് നമുക്ക് ഇതിൽ നിന്ന് ബെനിഫിറ്റ് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു ലൂസ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. യു ക്യാൻ, യു വിൽ ആൻഡ് യു കുഡ്. ഓക്കെ, so that's all with this time. See you with another topic, income from house property, on 10th April. Bye bye.